ഇപ്പോൾ വണ്ടിയിൽ ഓടിച്ചുകൊണ്ട് വന്ന ആളാണ്, ഡ്രൈവറാണ്. എന്താണ് സംഭവിച്ചത്? പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു 3:30 മണി സമയത്ത് നമ്മുടെ പേരുവാലി കാഫേ കടയുടെ തൊട്ടുപ്പുറത്ത് വന്ന ഒരു വലിയൊരു ബ്ലാവ് എടുത്ത് കുറുക്കിയാടി. മേളിൽ നിന്ന് ആറ്റിലോട്ട് ചാടാൻ വന്നവരോ ഞാൻ വണ്ടി ഒതുക്കിയതാണ് വണ്ടി കുടിയിലോട്ട്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ബാബുച്ച ഒരു 3:30 തണ്ണിത്തോട്ടിലോട്ട് ബാബുച്ചാന്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. നമ്മുടെ പേരുവാലി കഫേയുടെ അവിടുന്ന് ഒരു 100 മീറ്റർ മാറി ഒരു വളവുണ്ട്. ആ വളവിന് വന്നപ്പോൾ ഒരു വലിയ ബ്ലാവ് അവിടുന്ന് ആറ്റിലോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ബാബുച്ചാൻ വണ്ടിയെ തട്ടി ഇല്ലെന്നാണ് പറഞ്ഞ് വണ്ടി നിയന്ത്രണം വിട്ട് താഴത്തെ തോട്ടിലോട്ട് മറിയുകയായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞ ഫോറസ്റ്റുകാരെയും വിളിച്ചു, പോലീസുകാരെയും വിളിച്ച് അവർ രണ്ടുപേരും മകസറെഴുതി. ഇപ്പോൾ ബാബുച്ചായനെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറിയത്തില്ല, പുറമേ അറിയത്തില്ല, നാളെ അറിയത്തുള്ളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. റോഡിനോട് ചേർന്നുള്ള ഈ വനഭാഗങ്ങൾ ശകല ഉള്ളിലേക്ക് തെളിച്ചിട്ട് കഴിഞ്ഞാൽ വരുന്ന വാഹന ഉടമകൾക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നോ ചാടുന്നോ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനൊരു റോഡിന്റെ സൈഡൊന്നും തെളിച്ചതായി കാണുന്നില്ല. ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പം ഇത് ഫയർ സീസണിൽ നമ്മൾ ഒരു ചെറിയ രീതിയിലൊക്കെ വീഡിങ് നടത്തിയതാണ്. പക്ഷേ മഴ പെയ്തപ്പോൾ ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് കാടുകളൊക്കെ അല്പം വളർന്നിട്ടുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാം. നമ്മൾ ബന്ധപ്പെട്ട ഓഫീസർമാരോട് സംസാരിച്ച ഒരു തീരുമാനം ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇത് വേനൽക്കാലം ആയതുകൊണ്ട് ഈ നമ്മുടെ പേരുവാരി ആറ്റിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ വരുന്ന സമയമാണ്. 3-3:30 സമയമാകുമ്പോൾ തീറ്റയൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കുന്നത്.